ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആധുനിക മനു അല്ലെങ്കിൽ ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറെയാണ് ആധുനിക മനു അല്ലെങ്കിൽ ആധുനിക ബുദ്ധൻ എന്ന് വിളിക്കുന്നത്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് 1857 വിപ്ലവത്തിലെ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ ഉള്ളത്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബ്. നാനാ സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി. അടുത്ത ചോദ്യം, സാരി ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് സാരി ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവർ ആരൊക്കെയാണ്? ഗാന്ധിജി, സരോജിനി നായിഡു. ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പുരസ്കാരം തിരിച്ചു നൽകിയവർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരൊക്കെ? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. അലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയെയാണ് പഞ്ചാബ് സിംഹം എന്ന് പറയുന്നത്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയ വ്യക്തി. ഗാന്ധിജിയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത്. അടുത്ത ചോദ്യം, എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ദണ്ഡിയാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞത്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനെയാണ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനമായി നടത്തിയ ബഹുജന സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? നെഹ്റു. നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എവിടെ വച്ചായിരുന്നു? യർവാദ ജയിലിൽ വച്ച്. യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത്. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. 1939 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച തന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ 15 ചോദ്യോത്തരങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഗൈസ്.